വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നാരങ്ങ നീരും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മീനിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സമയമുള്ളതിനനുസരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളിതാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊന്ന് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട കേട്ടോ. മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇനി ഒരു സൈഡ് റെഡി ആയിട്ട് വന്നാൽ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സവാള വഴറ്റിയെടുക്കാനുള്ള ഓയിൽ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 സവാള, അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, കൂടി പോകരുത്. നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ മസാലയിലേക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു മസാലയുടെ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. കാരണം തക്കാളിയിലുള്ള ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ചോറ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചൊരു വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ റൈസിൽ ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കിലോഗ്രാം കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഞാനിവിടെ ജോക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാക്കറ്റ് മസാലയാണ് കേട്ടോ, ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടെ പൊടിച്ചെടുത്തതും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ബിരിയാണി മസാല പാക്കറ്റിലെങ്കിലും നമ്മൾ സാധാരണ ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഈ ഒരു മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തക്കോലം, ജാതിക്ക, ജാതിപത്രി, സാജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ് ഈ ഒരു ബിരിയാണി മസാല. അതാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബിരിയാണി ആയതുകൊണ്ട് ഇനി ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പാനിൻ്റെ അടിവശത്ത് മസാല ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് ഈ ഒരു മസാലയിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 90% വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയുടെ മുകളിലേക്ക് വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം.
ഇനി റൈസിൻ്റെ മുകളിലായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും കൂടെ പൊടിച്ചെടുത്തത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കിസ്മിസ് ഞാൻ നെയ്യിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഞാനിതാ വെറുതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യും ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് നമ്മളിതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഈ നേരത്തെ ഇട്ട് കൊടുത്തതൊക്കെ വീണ്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതിന് മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോയിലും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ ആവി കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഫിഷിൽ ചെറുതായിട്ട് മുള്ളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് ഒന്ന് നീക്കിയിട്ട് നമ്മൾ ഫിഷിൻ്റെ കഷ്ണങ്ങൾ വേറെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ മസാലയും ചോറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ റൈസ് ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മസാലയും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിഷ് വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഫിഷും ഇതിൻ്റെ കൂടെ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫിഷ് ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.